ഇന്നലത്തെ ബസ് യാത്രയുടെ ഒക്കെ ക്ഷീണം കാരണം കുറെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി താമസിച്ചാണ് ടെന്റിനകത്ത് നിന്ന് പുറത്തിറങ്ങിയത്. ഇന്നലെ വൈകിട്ട് നമ്മൾ ചിത്കുല് ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഗ്രാമത്തിലേക്ക് അങ്ങനെ പോയിട്ടില്ലായിരുന്നു. സന്ധ്യയായി തുടങ്ങിയായിരുന്നു. അതിന് മുന്നേ ടെന്റ് അടിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗ്രാമത്തിലേക്ക് കൂടുതൽ പോയില്ല. അങ്ങനെ ഇപ്പോൾ എണീറ്റ് ചിത്കുൽ ഗ്രാമം ഒന്ന് നടന്ന് കാണാന്ന് വിചാരിച്ചു. എന്നിട്ട് ആ കാണുന്ന പാലത്തിന് അങ്ങേക്കരയിലാണ് കേട്ടോ നമ്മുടെ ടെന്റ്. നല്ല കാലാവസ്ഥയാണ്. രാവിലത്തെ വൈകിട്ടത്തെ ഉള്ള ഒരു ഭയങ്കര തണുപ്പുണ്ടല്ലോ, ഈ ഒരു വെയിലടിക്കുമ്പോൾ നമുക്ക് മാറി കിട്ടും കേട്ടോ. നിങ്ങളുടെ ഹിമാചൽ ട്രിപ്പിലുണ്ടല്ലോ, പറ്റുവാണെങ്കിൽ ചിത്കുൽ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഈ ഒരു ഗ്രാമത്തിലുണ്ടാവും. അത് കാഴ്ചയായിട്ടാണെങ്കിലും അനുഭവങ്ങളായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ വരുന്ന വഴി സാംഗ്ലാവാലി കഴിഞ്ഞിട്ടാണ് ബസ്സിൽ ഇങ്ങോട്ട് വരുന്നത്. അവിടുത്തെ ഭംഗി കണ്ടിട്ട് നമുക്ക് അവിടെ ഇറങ്ങിയാലോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നും. പക്ഷേ ചിത്കുല് വരുന്നവരെ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്വർഗം നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. ചിത്കുല് ഗ്രാമത്തിൽ മൊത്തത്തിൽ ഒരു 300 ഫാമിലി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ടിബറ്റൻ ബോർഡറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ചിത്കുല്. ചിത്കുല് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊരു വില്ലേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള എയർ കിട്ടുന്നത് ഈ ചിത്കുലാണ് കേട്ടോ. സയന്റിഫിക്കലി പ്രൂവൻ ആണ്. ഓക്സിജൻ കുറവേ ഉള്ളെങ്കിലും ഉള്ളത് പക്ഷേ ഫ്രഷ് ആണ്. ഇവിടെ വരുന്ന പലർക്കും പക്ഷേ ഈ ഒരു ബോർഡ് മാത്രമാണ് കേട്ടോ ചിത്കുല്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുമെന്നല്ലാണ്ട് ചിത്കുലിലെ മറ്റു കാഴ്ചകളിലേക്ക് അവർ പോവാറില്ല. ഭയങ്കര സമാധാനമായിട്ട് കുറെ ജീവിക്കുന്ന ആൾക്കാര്. അങ്ങനെയാണെങ്കിലും ടൂറിസ്റ്റുകളോടൊക്കെ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എല്ലാവരും ബുദ്ധിമത വിശ്വാസികളാണ്. നമുക്ക് നാളെ ഉണ്ടല്ലോ ആ മലയുടെ മണ്ട ട്രെക്ക് ചെയ്ത് പോവാവേ.